ആരംഭിക്കും 4 ബോഡികൾ ഒരുമിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാമെന്നാണ് ഡോക്ടർമാർ. അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അവർ. പിന്നെ ഈ 9 മൃതദേഹങ്ങളും ഇവിടെ നിന്ന് തന്നെ വൃത്തിയാക്കി കുളിപ്പിച്ച് കൊണ്ടുപോവാണ്. ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത്. 9 ബോഡികൾ ഒരുമിച്ച് കൊണ്ടുപോയി നേരെ പാങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അമ്പലപ്പറമ്പിൽ അവിടേക്കാണ് കൊണ്ടുപോകുന്നത്. രാവിലെ 9 മണിക്ക് അവിടെ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ ഇവിടുന്ന് 6 മണിക്ക് ഏറ്റവും ചുരുങ്ങിയത് 6 മണിക്ക് ഇവിടുന്ന് പോകാൻ പറ്റുമെന്നാണ് ഇപ്പോൾ ഞങ്ങൾ കണക്ക് കൂട്ടുന്നത്. അവിടെ 1 മണിക്കൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനം പാങ്ങിൽ. അത് കഴിഞ്ഞ് 10 മണിക്ക് അവിടെ നിന്ന് അതത് വീടുകളിലേക്ക് ബോഡികൾ കൊണ്ടുപോകും. പിന്നെ അവരുടെ സൗകര്യമനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ഓരോ വീട്ടുകാരും ചെയ്യും. ഇവിടെ ഉണ്ടായിരുന്ന കുട്ടിയെ പിന്നെ കോട്ടക്കൽ മിംസിലേക്ക് കുട്ടിയുടെ വാപ്പയുടെ കൂടെ തന്നെ ആ കുട്ടിയെ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട്, കൊണ്ടുപോയിട്ടുണ്ട്. ഈ നിലവിൽ കോയമ്പത്തൂർ ചികിത്സയിലുള്ളവരുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ? കോയമ്പത്തൂർ ചികിത്സയിലുള്ളവർ അത്ര 2 ഡ്രൈവർമാരും ഒരു കുട്ടിയാണുള്ളത്. അവര് ഒരു അപകട പിന്നെ നില തരണം ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. 3 അപകട നില തരണം ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഞങ്ങള് പിന്നെ കണ്ടിട്ടില്ല. 2 ഡ്രൈവർമാരും ഒരു കുട്ടിയാണുള്ളത് അവിടെ.